ഒരു സമൂഹം ആ സമൂഹത്തിലെ വ്യക്തികളാണ് രൂപപ്പെടുത്തുന്നത്. സമൂഹം വ്യക്തികളാണ്, വ്യക്തികൾ സമൂഹവുമാണ്. ഈ സമൂഹം സമാജമായിട്ട്, ആൾക്കൂട്ടത്തിൽ നിന്ന് ഒരു സൊസൈറ്റി ആയിട്ട് രൂപപ്പെടുന്നത് സംഭാഷണത്തിലൂടെയാണ്, കമ്മ്യൂണിക്കേഷൻ. നമ്മുടെ ഭാഷയാണ് നമ്മുടെ സമൂഹവും സമാജത്തെയും എല്ലാം നിലനിർത്തുന്നത്. വ്യക്തികൾ തമ്മിലാണ് അവിടെ സംവദിക്കുന്നത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഈ കമ്മ്യൂണിക്കേഷൻ ഉച്ചത്തിലാകണമെന്നില്ല. നമ്മൾ വാക്കുകളിലൂടെ പലതും ഉച്ചരിക്കുന്നു, നമ്മുടെ ആശയം പങ്കുവയ്ക്കുന്നു, നിർദ്ദേശങ്ങൾ നൽകുന്നു, ആഗ്രഹിക്കുന്നത് നേടിയെടുക്കുന്നു. ഇതെല്ലാം തുറന്ന ഭാഷയിലൂടെയാണ്. എന്നാൽ അതോടൊപ്പം നമ്മൾ ആംഗ്യങ്ങൾ കാണിക്കുന്നു. പലപ്പോഴും ആംഗ്യങ്ങളില്ലാതെ തന്നെ ഒരു ബോഡി ലാംഗ്വേജിലൂടെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അങ്ങനെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വെർബലും നോൺ വെർബലുമാണ്, സിഗ്നലിംഗുമാണ്, ബോഡി ലാംഗ്വേജുമാണ്. ഇത്തരത്തിലുള്ള ഒരു സംഭാഷണമാണ് സമൂഹത്തെ നിലനിർത്തുന്നതെങ്കിൽ നമ്മുടെ ശരീരത്തെ നിലനിർത്തുന്നത് ഏത് തരത്തിലുള്ള സംഭാഷണമാണ്? ഒരു സാധാരണ മനുഷ്യ ശരീരത്തിൽ 37 ലക്ഷം കോടി കോശങ്ങളുണ്ട് എന്നാണ് കരുതുന്നത്. അതിനേക്കാൾ കൂടുതൽ ഏതാണ്ട് 39 ലക്ഷം കോടി സൂക്ഷ്മാണുക്കളും നമ്മുടെ ശരീരത്തിലുണ്ട്. ഈ ലക്ഷം കോടി കോശങ്ങൾ തമ്മിൽ ഒരു ഏകോപനം ഉണ്ടായാൽ മാത്രമേ ശരീരത്തിന് നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ. ഓരോ സമയവും ശരീരം വളർന്നുകൊണ്ടിരിക്കുമ്പോൾ, നിന്നുകൊണ്ടിരിക്കുമ്പോൾ, ആവശ്യമില്ലാത്തതിനെ പിന്തള്ളപ്പെടുമ്പോൾ എല്ലാം ലക്ഷക്കണക്കിന് കോശങ്ങൾ തമ്മിൽ ഒരു ഏകോപനം ആവശ്യമുണ്ട്. ഇത് വളരെ പെട്ടെന്ന്, സെക്കൻഡ് ബൈ സെക്കൻഡ്, നിമിഷ നേരം കൊണ്ട് സംഭവിക്കേണ്ടതാണ്. ഇതിൻ്റെ ഒരു ഇൻസ്ട്രക്ഷൻ എവിടെ നിന്ന് വരുന്നു? വാസ്തവത്തിൽ DNA അല്ലെങ്കിൽ നമ്മുടെ ജനിതക ഘടകത്തെ മാത്രം ആശ്രയിച്ച് നിന്നാൽ ഇത്ര സങ്കീർണമായിട്ടുള്ള ഇന്ററാക്ഷൻസ്, ഇത്ര ലക്ഷം കോടി കോശങ്ങൾ തമ്മിൽ സംയോജിച്ച് നിമിഷ നേരം കൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ളത് ഒരു പുസ്തകത്തിൽ എഴുതി വച്ചത് വായിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ഇത് ഒരു അവയർനെസ്സിൽ നിന്ന്, ഒരു ഇൻസ്റ്റന്റേനിയസ് ആയിട്ടുള്ള, നൈമിഷികമായിട്ടുള്ള അവയർനെസ്സിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരേണ്ട കാര്യമാണ്. ഇതിനെ ഇന്ന് ശാസ്ത്രലോകം സെൽ ടു സെൽ കമ്മ്യൂണിക്കേഷൻ, കോശവും തമ്മിൽ നടത്തുന്ന സംഭാഷണം, അതായിട്ട് ഇന്ന് അറിയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് ജീവന്റെ നിലനിൽപ്പ് എങ്ങനെയെന്ന് മാത്രമല്ല, ജീവന്റെ ആരോഗ്യം എങ്ങനെ നിലനിൽക്കുന്നു, അനാരോഗ്യത്തിൽ നിന്ന് ആരോഗ്യം എങ്ങനെ വീണ്ടെടുക്കാം എന്ന ഒരു ബയോടെക്നോളജിയുടെ പുതിയ തലത്തിലേക്ക് സെൽ കമ്മ്യൂണിക്കേഷന്റെ സാങ്കേതിക വിദ്യ വളരുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ജീവൻ എങ്ങനെ പരിണമിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചും പുതിയ മാനങ്ങൾ ഈ സംഭാഷണത്തിൽ നിന്ന്, സെൽ ടു സെൽ കമ്മ്യൂണിക്കേഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി ജീവൻ എങ്ങനെ പരിണമിക്കാം എന്നുള്ളതിനെക്കുറിച്ചും ചില കാഴ്ചപ്പാടുകൾ സെൽ ടു സെൽ കമ്മ്യൂണിക്കേഷനിൽ നിന്ന് ഉണ്ടാകാം. ഈ ഒരു വിഷയം നമുക്കൊന്ന് ആഴത്തിൽ പഠിക്കാൻ ശ്രമിക്കാം. കോശങ്ങളുടെ ഒരു അവയർനെസ്, അതിൻ്റെ ബോധമണ്ഡലത്തെക്കുറിച്ച് വിവരിക്കുന്ന ഒരു പ്രസിദ്ധനായിട്ടുള്ള എവല്യൂഷണറി ബയോളജിസ്റ്റും മെഡിക്കൽ ഫിസിഷ്യനും ആണ് ഡോക്ടർ വില്യം മില്ലർ. അദ്ദേഹത്തിന്റെ ബയോവേഴ്സ് എന്നുള്ള ഏറ്റവും ഒടുവിലത്തെ പുസ്തകത്തിൽ ജീവനെ നിലനിർത്തുന്നതും ജീവന്റെ പരിണാമം സാധിക്കുന്നതും ഒരു സെൽ കോൺഷ്യസ്നെസ്സിൽ നിന്നാണ്, കോശബോധമണ്ഡലത്തിലൂടെയാണ് എന്ന് അറിയിക്കുന്നു. ഈ സെൽ കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന, സെല്ലുലാർ ലെവൽ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്, അത് ജീവനെ നിലനിർത്തുക മാത്രമല്ല, ജീവന്റെ പരിണാമവും സാധ്യമാക്കുന്നു. അതുകൊണ്ട് തന്നെ എവല്യൂഷൻ ഒരു തരത്തിൽ ഉള്ള ഫിസിക്കൽ ആയിട്ടുള്ള, അതായത് നമ്മുടെ ഭൗതികമായിട്ടുള്ള ഒരു പ്രക്രിയ മാത്രമല്ല, അതൊരു കോഗ്നിറ്റീവ് എവല്യൂഷൻ കൂടിയാണ്, ബോധത്തിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു എവല്യൂഷൻ കൂടിയാണ് എന്ന് ഡോക്ടർ വില്യം മില്ലർ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പറയുന്നു. ഇതിനു മുമ്പും അദ്ദേഹം ഈ ഒരു കാര്യം പലതരത്തില് പുസ്തകങ്ങളിലൂടെ സാധാരണക്കാരെ അറിയിക്കുന്നുണ്ട്. ദ സെന്റിയന്റ് സെൽ എന്നൊക്കെ പറയുന്ന പുസ്തകങ്ങൾ അദ്ദേഹത്തിന്റെ ഈ ഒരു ആശയത്തെ മുന്നോട്ട് വയ്ക്കുന്നു. ഇന്ന് ബയോടെക്നോളജിയിൽ ഇത് പല ശാസ്ത്ര പരീക്ഷണങ്ങളിലൂടെയും നമ്മൾ ഈ സെൽ ടു സെൽ കമ്മ്യൂണിക്കേഷനും സെല്ലിന്റെ ആ ഒരു കോൺഷ്യസ്നസ്, അവയർനെസ് ലെവലിനെ കുറിച്ച് പഠിക്കാനും അറിയാനും നമ്മൾ ഇന്ന് ശ്രമിക്കുന്നു. നമ്മുടെ ത്വക്കില് ഒരു മുറിവുണ്ടാകുന്നു. ആ മുറിവ് വലിയ ഒരു സംഭാഷണത്തിന് തുടക്കം കുറിക്കുന്നു. നമ്മുടെ ത്വക്കിലെ കോശങ്ങൾ അത് നിലവിളിക്കുകയാണ്. ഇവിടെ ഒരു വലിയ വിപത്ത് സംഭവിച്ചിരിക്കുന്നു, ഞങ്ങളെ സഹായിക്കണം എന്ന് മുറിവേറ്റ കോശങ്ങൾ, ആ മുറിവേറ്റ ആ ഒരു ഏരിയയിലെ കോശങ്ങൾ, ആ നിലവിളി, അതൊരു
ഇലക്ട്രിക് സിഗ്നലായിട്ട് 5 മണിക്കൂറോളം നിലനിൽക്കുന്നതായിട്ട് ഇന്ന് പരീക്ഷണങ്ങൾ തെളിയിക്കുന്നു. ഈ ഒരു നിലവിളി മറ്റു പല കോശങ്ങളിലേക്ക് എത്തുകയാണ്. ലക്ഷക്കണക്കിന് കോശങ്ങൾ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ അത് മനസ്സിലാക്കിയിട്ട് ഈ മുറിവ് ഉണക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്നു. അങ്ങനെ സാവധാനം മുറിവ് നമ്മുടെ ആന്തരിക പ്രക്രിയയിൽ പല കോശങ്ങളും ഏകോപിച്ചുകൊണ്ട് അതിൻ്റെ പ്രവർത്തനം ഏകോപിപ്പിച്ചുകൊണ്ട് ഈ ഒരു മുറിവുണക്കൽ എന്നുള്ള ഒരു പ്രക്രിയ നടക്കുന്നു. കോശങ്ങൾ സംവദിക്കുന്നത് ഒന്ന് ഇലക്ട്രിക് സിഗ്നൽ ആണെങ്കിൽ മറ്റൊന്ന് കെമിക്കൽ സിഗ്നലിലൂടെയാണ്. രാസവസ്തുക്കളെ പടർത്തിക്കൊണ്ട് ഒരു പ്രദേശത്തേക്ക് പടർത്തിക്കൊണ്ട് നടത്തുന്ന കമ്മ്യൂണിക്കേഷൻ, ഹോർമോൺസും എൻസൈംസും ഇതെല്ലാം ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് നടത്തുന്ന കമ്മ്യൂണിക്കേഷൻ. ഇതിനതീതമായിട്ട് മറ്റൊരു കമ്മ്യൂണിക്കേഷൻ കൂടി നിലനിൽക്കുന്നുണ്ട്. അത് കോശങ്ങളുടെ വൈബ്രേഷണൽ കമ്മ്യൂണിക്കേഷൻ. കോശങ്ങൾ അതിൻ്റെ എക്സ്ട്രാ സെല്ലുലർ, സെല്ലിനെ ആവരണം ചെയ്യുന്ന ഒരു ഘടകം, സ്ട്രക്ചറൽ ഫീച്ചറിനെ ചിലപ്പോഴത് ദൃഢമാക്കുന്നു, ചിലപ്പോഴത് സോഫ്റ്റ് ആക്കുന്നു. ഇങ്ങനെ ദൃഢമാക്കുകയും അയയുകയും ചെയ്യുന്നത് ഒരു വൈബ്രേഷൻ ആയിട്ട് മാറുന്നു. ആ ഒരു വൈബ്രേഷൻ കമ്മ്യൂണിക്കേഷൻ ആയിട്ട് മാറുന്നു. നമ്മൾ സാധാരണ പോസിറ്റീവ് വൈബ്, നെഗറ്റീവ് വൈബ് എന്നൊക്കെ പറയാറുണ്ട്. ഈ വൈബ് എന്ന് പറയുന്നത് വാസ്തവത്തിൽ വൈബ്രേഷൻ, പോസിറ്റീവ് എനർജിയുടെ വൈബ്രേഷൻ, നെഗറ്റീവ് എനർജിയുടെ വൈബ്രേഷൻ എന്നൊക്കെ ഉദ്ദേശിച്ച് നമ്മൾ പറയുന്നുണ്ടെങ്കിലും വാസ്തവത്തിൽ കോശതലത്തിൽ ഇതൊരു യാഥാർത്ഥ്യമാണ്. വൈബ്രേഷൻ എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിക്കേഷന്റെ രീതിയായിട്ട് നമുക്ക് കോശങ്ങളിൽ കാണാം. കോശങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു നൃത്തം പോലെ ആവുക എന്നുള്ളതാണ്. ഈ ഒരു വൈബ്രേഷൻ അത് സിങ്ക്രണൈസ് ചെയ്യപ്പെടുന്നു, അതൊരു സിങ്ക്രണൈസ്ഡ് നൃത്യമായിട്ട് മാറുന്നു, അത് ഒരു കമ്മ്യൂണിക്കേഷൻ ആയിട്ട് മാറുന്നു. ഇതിനെക്കുറിച്ചും ഈ അടുത്ത കാലത്ത് ഒരുപാട് പഠനങ്ങൾ വന്നിട്ടുണ്ട്. സെല്ലുലാർ കമ്മ്യൂണിക്കേഷനിൽ 4മത്തത് സെൽ ടു സെൽ ടച്ചിലൂടെ, അതായത് ഒരു സെല്ലും മറ്റു സെല്ലും ചേർന്നിരിക്കുമ്പോൾ അത് തമ്മിൽ സംവദിക്കുന്നു. അങ്ങനെ കെമിക്കൽ സിഗ്നലിംഗ്, വൈബ്രേഷണൽ സിഗ്നലിംഗ്, സെൽ ആൻഡ് സെൽ ടച്ചിലൂടെയുള്ള സിഗ്നലിംഗ്, ഇതെല്ലാം ഒരു വലിയ ഭാഷയായിട്ട് മാറുന്നു. നമുക്കറിയാം, വ്യക്തികളെ രൂപപ്പെടുത്തുന്നത് ആ വ്യക്തികളുടെ ഒരു അന്തരീക്ഷമാണ്, അവരുടെ ചുറ്റുപാടുകളാണ്, എൻവറോൺമെന്റ് ആണ് വ്യക്തികളെ രൂപപ്പെടുത്തുന്നത്. പലപ്പോഴും നല്ല ഒരു ചുറ്റുപാടിൽ വളരുന്ന വ്യക്തികൾ ആ ചുറ്റുപാടിന്റെ ഗുണങ്ങൾ കൂടി ഉൾക്കൊള്ളുന്നു, അങ്ങനെ നല്ല വ്യക്തികളായിട്ട് വരുന്നു. തിരിച്ച് മോശമായിട്ടുള്ള ചുറ്റുപാടിൽ വളരുന്നവർ ആ ചുറ്റുപാടിന്റെ സ്വഭാവങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് പല തെറ്റായിട്ടുള്ള പ്രവണതകളും കാണിക്കുന്നു. കോശങ്ങളിലും ഈ സംഭാഷണങ്ങളിൽ തെറ്റായിട്ടുള്ള സംഭാഷണങ്ങളും നല്ല സംഭാഷണങ്ങളും ഉണ്ടാകുന്നു എന്ന് ഡോക്ടർ മിന ബിസൽ വിശദീകരിക്കുന്നു. ഡോക്ടർ മിന ബിസൽ ഒരു ഇറാൻ വംശജയാണ്. അമേരിക്കയിലേക്ക് കുടിയേറി അവിടെ ഈ ഗവേഷണങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ്. കൂടുതലും മിന ബിസൽ വർക്ക് ചെയ്യുന്നത് ക്യാൻസർ റിസർച്ചിലാണ്. സെൽ സെൽ കമ്മ്യൂണിക്കേഷൻ എങ്ങനെ ക്യാൻസറിനെ രൂപപ്പെടുത്തുന്നു, ക്യാൻസറിന് എങ്ങനെ അതിന് ട്രീറ്റ്മെന്റുകൾ ഈ സംഭാഷണങ്ങളെ മനസ്സിലാക്കി നമുക്ക് രൂപപ്പെടുത്താം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് മിന ബിസൽ പഠിക്കുന്നത്. മിന ബിസൽ പറയുന്നത്, ഒരു കോശം ക്യാൻസറസ് ആയി മാറിയാൽ അത് പെട്ടെന്നൊരു ട്യൂമർ ആകുന്നില്ല. അതിൻ്റെ ചുറ്റുപാടുകൾ ആണ് അതിനെ ഒരു ട്യൂമറാക്കി മാറ്റുന്നത്, ഒരു ഫുൾ ഫ്ലെജ്ഡ് ക്യാൻസറാക്കി മാറ്റുന്നതിനും വഴിയൊരുക്കുന്നത്. പലപ്പോഴും ഈ കോശങ്ങൾ നല്ല സംഭാഷണമുള്ള നല്ല ഇടങ്ങളിൽ ആണ് വരുന്നതെങ്കിൽ ആ ക്യാൻസർ തന്നെ, ആ കോശം തന്നെ നേരെയായി മാറുന്നു, അതിൻ്റെ തെറ്റായിട്ടുള്ള പ്രവണതകളെ മാറ്റി ശരിയായിട്ടുള്ള വഴിയിലേക്ക് വരുന്നു എന്ന് മിന ബിസൽ പറയും. അതുകൊണ്ട് ക്യാൻസർ സെല്ലുകളെ നമുക്ക് പരിവർത്തനം ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരാശയമാണ് ഇവിടെ മുന്നോട്ട് വയ്ക്കുന്നത്. ക്യാൻസറിനെ കുറിച്ച് പഠിക്കുമ്പോൾ പലപ്പോഴും സെൽ ടു സെൽ കമ്മ്യൂണിക്കേഷനിൽ വന്നിട്ടുള്ള വലിയ ഒരു ആശയം ഈ തെറ്റായിട്ടുള്ള പ്രവണതകൾ എങ്ങനെ ഉണ്ടാകുന്നു. നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിലും പലപ്പോഴും കമ്മ്യൂണിക്കേഷൻ ബ്രേക്ക് ചെയ്യുന്നു, കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ കോൺഫ്ലിക്റ്റിലേക്ക് പോകുന്നു, ഒരു ആന്തരിക സംഘർഷത്തിലേക്ക് നമ്മൾ പോകുന്നു. തെറ്റായിട്ടുള്ള സന്ദേശങ്ങൾ പരത്തി, റൂമറുകൾ പരത്തി പല തെറ്റായിട്ടുള്ള പ്രവണതകൾ സമൂഹത്തിൽ വരുന്നു. നമ്മുടെ ശരീരത്തിലും ഇതൊക്കെ നടക്കുന്നുണ്ട്. ചിലപ്പോൾ കോശങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഗോസിപ്പ് ചെയ്യുന്നു, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ചിലപ്പോഴത് വലിയ പ്രശ്നമുണ്ടാക്കുന്നില്ലെങ്കിലും ഈ ഗോസിപ്പ് പലപ്പോഴും മിസ്കമ്മ്യൂണിക്കേഷൻ ആയിട്ട് മാറുന്നു. അങ്ങനെ മിസ്കമ്മ്യൂണിക്കേഷൻ ആയിട്ട് മാറുന്നത് പലപ്പോഴും ഒരു റൂമർ
അല്ലെങ്കിൽ ഡിസപ്റ്റീവായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ. ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ കാണുന്ന ഫേക്ക് സ്റ്റോറീസ്, തെറ്റായിട്ടുള്ള ന്യൂസുകൾ, ഒരു എഞ്ചിനീയർഡ് ആയിട്ടുള്ള മിസ്കമ്മ്യൂണിക്കേഷൻ പ്രക്രിയകൾ, ഇതെല്ലാം നമ്മളിന്ന് കാണുന്നുണ്ട്. അതുപോലെ തന്നെ കോശങ്ങളിലും ഇത്തരത്തിലേക്ക് കാര്യങ്ങൾ വഴിമാറിപ്പോകാം. അപ്പോഴാണ് ക്യാൻസർ പോലുള്ള രോഗങ്ങൾ ഉണ്ടാകുന്നത്. ക്യാൻസർ മാത്രമല്ല, നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ, പ്രതിരോധ ശക്തിയെ തളർത്തുന്ന രീതിയിലേക്കുള്ള അവസ്ഥകൾ വരുന്നു. ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ്, പ്രതിരോധ ശക്തിയുടെ പ്രശ്നങ്ങളിൽ വരുന്ന പല രോഗങ്ങൾക്കും ശരീരം അടിമപ്പെടുന്നു. ഇതെല്ലാം നമുക്ക് ഇന്ന് സെൽ കമ്മ്യൂണിക്കേഷൻ ശ്രവിച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എങ്ങനെയാണ് ഈ സെൽ കമ്മ്യൂണിക്കേഷൻ നമ്മൾ ശ്രവിക്കുന്നത്? ഒന്ന്, ഇലക്ട്രിക് സിഗ്നൽസിനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, കെമിക്കൽ സിഗ്നൽസിനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, വൈബ്രേഷൻസിനെ നമുക്ക് അറിയാൻ സാധിക്കും. ഇതിനെല്ലാം ഉള്ള ഉപകരണങ്ങൾ ഇന്ന് വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ക്യാൻസറിന്റെ കാര്യത്തിൽ അത് വലിയ രീതിയിലുള്ള കാപട്യങ്ങൾ പരത്തുന്നതായിട്ട് നമുക്ക് കാണാം. ക്യാൻസർ സെല്ലുകൾ മറ്റ് സെല്ലുകളെ സ്വാധീനിക്കുകയും ആ ക്യാൻസറിനെ പ്രതിരോധിക്കുന്നതിന് പകരം അതിനെ അവഗണിക്കാൻ മറ്റ് കോശങ്ങളെ അത് പ്രേരിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഇന്ന് മാത്രമല്ല, ഈ ക്യാൻസർ സെല്ലിനെ സഹായിക്കുന്ന രീതിയിൽ അവരുടെ പെരുമാറ്റം ഒരു ബ്രെയിൻ വാഷിംഗ് എന്ന് പറയുന്നത് പോലെ പരിവർത്തനം ചെയ്യുന്നതും നമുക്ക് കാണാൻ സാധിക്കും. ഒരു സൈക്കോളജിക്കൽ വാർഫെയർ എന്ന് പറയുന്നത് പോലെ യുദ്ധകാലത്ത് ശത്രു രാജ്യത്തിന് നേരെ മിസ്ഇൻഫർമേഷനും ചില ഡിസപ്ഷൻസും കാപട്യങ്ങളും എല്ലാം പരത്തിക്കൊണ്ട് ഒരു യുദ്ധം, ഒരു സൈലന്റ് യുദ്ധം പ്രഖ്യാപിക്കുന്നത് സാധാരണയാണ്. അതേ രീതിയിൽ ശരീരത്തിനുള്ളിൽ ക്യാൻസർ സെല്ലുകൾ ഒരു ടെററിസ്റ്റുകൾ എങ്ങനെ പ്രവർത്തിക്കുന്നു, സ്ലീപ്പർ സെൽ ആക്ടിവിറ്റികൾ തുടങ്ങിയ ആക്ടിവിറ്റിയിലൂടെ എങ്ങനെ പ്രവർത്തിക്കുന്നു, അതേ രീതിയിൽ ഒരു വലിയ മിസ്ഇൻഫർമേഷൻ പ്രവർത്തനം നടക്കുന്നതായിട്ട് കാണാം. ഇതാണ് ക്യാൻസർ ഉണ്ടാകുന്നതും ക്യാൻസറിനെ അതിന്റെ ഗ്രോത്ത് അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിലും എല്ലാം സഹായിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ സംഭാഷണങ്ങളെ നമ്മൾ ശ്രവിക്കുക മാത്രമല്ല, നമുക്ക് ആ സംഭാഷണത്തിൽ ഏർപ്പെടാൻ സാധിക്കും, നമുക്കതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കും എന്നും ഒരു കൂട്ടൻ ശാസ്ത്രജ്ഞരെന്ന് കരുതുന്നു. ഡോക്ടർ ജെസിക്ക ആൾസ്റ്റൺ, അവരൊരു ശാസ്ത്രജ്ഞ മാത്രമല്ല, ജനറ്റിക് ബയോളജിയിലും മറ്റും പ്രാവീണ്യമുള്ള ശാസ്ത്രജ്ഞ ആണെങ്കിലും അവര് ഒരു വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് കൂടിയാണ്. ഇത്തരം ടെക്നോളജികൾ വികസിപ്പിക്കുന്നതിനും അത് മനുഷ്യന് പ്രയോജനകരമായിട്ടുള്ള ട്രീറ്റ്മെന്റുകളായിട്ട് മാറ്റുന്നതിലും ഉള്ള സംരംഭങ്ങളെ സാമ്പത്തികമായിട്ട് മുതൽ മുടക്കി സഹായിക്കുക എന്ന പ്രക്രിയയാണ് ജെസിക്ക ആൾസ്റ്റൺ ചെയ്യുന്നത്. അങ്ങനെ ഇന്ന് ശാസ്ത്രത്തിൽ ഈ വരുന്ന കണ്ടുപിടുത്തങ്ങളെ സയൻസ് ടു സ്റ്റാർട്ടപ്പ് എന്ന ഒരു പദ്ധതിയിലൂടെ അതിനെ ഒരു വ്യവസായികമായിട്ട് ഒരു കമേഴ്ഷ്യൽ വെഞ്ചറായിട്ട് സ്കെയിലപ്പ് ചെയ്യുക എന്ന പ്രവൃത്തിയിലാണ് ജെസിക്ക ആൾസ്റ്റൺ ഏർപ്പെട്ടിട്ടുള്ളത്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അത് ലബോറട്ടറിയിൽ മാത്രമല്ല, അത് പുറത്ത് സ്റ്റാർട്ടപ്പുകളിലൂടെയും ചെറിയ വ്യവസായങ്ങളിലൂടെയും അത് പുറത്തു വരുന്നു എന്നുള്ളത് നമുക്ക് വലിയ ആശ നൽകുന്നു. ഇത് വെറും നോളജ് മാത്രമായിട്ടല്ല, ഇത് നമ്മളെ സഹായിക്കുന്ന രീതിയിലുള്ള മെഡിസിനിൽ, ആരോഗ്യരംഗത്തിൽ ആഴത്തിലുള്ള മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുന്ന ഒരു കാര്യമാണെന്ന് നമുക്ക് ഇന്ന് ഉറപ്പിക്കാം. ബയോടെക്നോളജി വെറും ഒരു ക്യൂരിയോസിറ്റി അല്ല, നമ്മുടെ ജീവനെ മനസ്സിലാക്കുന്നതിൽ അതിൽ വലിയൊരു സംഭാവന ബയോടെക്നോളജിക്ക് ഇന്ന് ചെയ്യാൻ സാധിക്കും. എന്നാൽ നമ്മുടെ ആരോഗ്യത്തെ നിലനിർത്തുന്നതിൽ അതിലും വലിയ ഒരു പങ്ക് ഇനി വഹിക്കാൻ പോകുന്നത് ബയോടെക്നോളജിയാണ്. ക്രിസ്പർ സാങ്കേതിക വിദ്യയെക്കുറിച്ച് നമ്മളിവിടെ സംസാരിക്കുകയുണ്ടായി. ക്രിസ്പർ സാങ്കേതിക വിദ്യ ജീൻ എഡിറ്റിങ്ങിലൂടെ പല രോഗങ്ങൾക്കും എങ്ങനെ പ്രതിവിധികൾ ഉണ്ടാക്കാം, നമ്മുടെ ജനിതക ഘടകങ്ങളെ തിരുത്തി എഴുതി നമുക്ക് അസുഖങ്ങളിൽ നിന്ന് മോചനം എങ്ങനെ സാധിക്കും എന്നത് നോക്കുമ്പോൾ അതിനെ കുറെ കൂടെ ഫലപ്രദമാക്കാൻ, അതിന്റെ തെറ്റുകുറ്റങ്ങളെ മാറ്റാൻ സെൽ കമ്മ്യൂണിക്കേഷന് സാധിക്കും. ബയോടെക്നോളജി ആ രീതിയിൽ പുതിയ സാങ്കേതിക വിദ്യകൾ കൊണ്ടുവന്നിട്ട് ക്രിസ്പർ ടെക്നോളജിയെ കുറച്ചുകൂടി ഫലപ്രദമാക്കുക മാത്രമല്ല, അത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക എന്ന കർത്തവ്യവും നിർവഹിക്കുന്നു. നമ്മൾ ഈ ഒരു സംഭാഷണം, കോശങ്ങളുടെ ആ സംഭാഷണം മനസ്സിലാക്കുമ്പോൾ അതൊരു ചെറിയ വിസ്പറായിട്ട്, ഒരു ചെറിയ ശബ്ദമായിട്ട് തുടങ്ങിയതെങ്കിലും ഇന്നത് നമ്മൾ കൂടുതൽ അത് ശ്രവിക്കുമ്പോൾ അതൊരു ശക്തമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനായിട്ട് നമ്മുടെ മുന്നിൽ എത്തുകയാണ്. ഒരു സൈലൻസിൽ നിന്ന് ഒരു വിസ്പറിലൂടെ ഒരു ലൗഡ് കോൺവെർസേഷനായിട്ട് സെൽ കമ്മ്യൂണിക്കേഷൻ എന്ന് വളരും. ഇവിടെ വലിയ ശാസ്ത്രീയ സംഭാവനകൾ നൽകിയ മറ്റൊരു വ്യക്തി ഡോക്ടർ മൈക്കിൾ ലെവിൻ ആണ്. മൈക്കിൾ ലെവിനെ കുറിച്ച് നമ്മൾ ഇതിനു മുമ്പും എപ്പിസോഡുകളിൽ
സംസാരിക്കുകയുണ്ടായി. ബയോകെമിസ്റ്റും ബയോളജിസ്റ്റുമായിട്ടുള്ള മൈക്കിൾ ലെവിൻ അമേരിക്കയിലെ ടഫ്സ് യൂണിവേഴ്സിറ്റിയിലാണ് ഇന്ന് പ്രവർത്തിക്കുന്നത്. അദ്ദേഹം തവളകളുടെ കോശങ്ങളിൽ അതിൻ്റെ ഇലക്ട്രിക്കൽ കമ്മ്യൂണിക്കേഷനെ ശ്രവിക്കുക മാത്രമല്ല, ആ സംഭാഷണത്തിൽ ഇടപെട്ടുകൊണ്ട് നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും എന്നത് തെളിയിക്കുന്നു. നമുക്കറിയാം, ചില ജീവികള്, ലിസാർഡ്സ്, പല്ലികള്, അതിന്റെ വാല് മുറിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വാല് റീഗ്രോ ചെയ്യാൻ സാധിക്കും. അത് സംഭവിക്കുന്നത് സെൽ ടു സെൽ കമ്മ്യൂണിക്കേഷനിലൂടെയാണ്. അതുപോലെ തവളകളുടെ കൈകാലുകൾ മുറിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഇലക്ട്രിക് സിഗ്നൽസിനെ നമ്മൾ പരുവപ്പെടുത്തിക്കൊണ്ട് അതിൽ നമ്മൾ ഇടപെട്ടുകൊണ്ട് ഈ കൈകാലുകളെ പുനർരൂപീകരിക്കാൻ സാധിക്കുമെന്ന് മൈക്കിൾ ലെവിൻ കണ്ടെത്തി. ഇതിന് ഒരു ജീൻ എഡിറ്റിങ്ങും ചെയ്യുന്നില്ല. ജനിതക ഘടകങ്ങളെ ഒന്നും നമ്മൾ കൈകാര്യം ചെയ്യാതെ വെറും ഇലക്ട്രിക് സിഗ്നലിലൂടെ മാത്രമാണ് ഇത് സാധ്യമാക്കുന്നത്. അതിലും അതിശയകരമായിട്ടുള്ള കാര്യങ്ങൾ, തവളകളുടെ ചില കോശങ്ങളെ ഐസൊലേറ്റ് ചെയ്ത് ഒരു ഡിഷിൽ അതിനെ ഗ്രോ ചെയ്തിട്ട് അത് ഇൻഡിപെൻഡന്റ് ആയിട്ട് സ്വതന്ത്രമായിട്ട് കൂട്ടിച്ചേരുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതായിട്ട് അദ്ദേഹം കാട്ടിത്തരുന്നു. സ്വതന്ത്രമായിട്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, ചില കാര്യങ്ങൾ ചെയ്യുന്നു, ചില പ്രക്രിയകളിൽ ഏർപ്പെടുന്നു. ഇവിടെ ന്യൂറോൺസുകൾ പ്രവർത്തിക്കുന്നില്ല. നാഡീകോശങ്ങളിലൂടെ അല്ലെങ്കിൽ ബ്രെയിനിന്റെ എന്തെങ്കിലും പ്രവർത്തനത്തിലൂടെയല്ല ഇതെല്ലാം സാധ്യമാക്കുന്നത്. ആ കോശങ്ങളുടെ തന്നെ അവയർനെസ്, അതിലൂടെയാണ് ഇത് പ്രാവർത്തികമാകുന്നത്. ഈ സെല്ലുകളെ സെനോബോട്ട്സ് എന്ന് അദ്ദേഹം വിശേഷിപ്പിക്കുന്നു. സെനോബോട്ടിന്റെ ഒരു കോ ഫൗണ്ടറാണ് മൈക്കിൾ ലെവിൻ. ഒരുപക്ഷെ ഭാവിയിൽ നൊബേൽ സമ്മാനം കിട്ടാവുന്ന ഒരു ശാസ്ത്രജ്ഞൻ കൂടിയാണ് മൈക്കിൾ ലെവിൻ. ഇവരുടെ ഈ പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് സാധ്യതകൾ പല രീതിയിൽ നിന്ന് തെളിഞ്ഞു വരികയാണ്. ഒന്ന്, ടിഷ്യൂ ഡാമേജസ്. നമ്മൾ ഉദാഹരണത്തിന് തീപിടുത്തത്തിൽ പറ്റുന്ന വലിയ പ്രശ്നം നമ്മുടെ ത്വക്ക് നശിച്ചു പോകുന്നതാണ്. പലപ്പോഴും ആ ത്വക്കിനെ റീഗ്രോ ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. അതുകൊണ്ട് സ്കിൻ ഗ്രാഫ്റ്റിംഗ് എന്നൊക്കെ ഉള്ള ടെക്നിക്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മുടെ ശരീരത്തിലെ വേറെ ഭാഗത്തെ സ്കിന്നിനെ നശിച്ചു പോയ ഭാഗത്തേക്ക് കൊണ്ടുവന്ന് ഗ്രാഫ്റ്റ് ചെയ്യുക. എന്നാൽ ഈ ബയോ ഇലക്ട്രിക് ഫീൽഡ്സിനെ സ്വാധീനിച്ച് നമുക്ക് ഒരുപക്ഷെ അവിടെ തന്നെ സെല്ല് വേറെ ഗ്രാഫ്റ്റിംഗ് ഇല്ലാതെ ഈ സെൽസിനെ നമുക്ക് പുനർജീവിപ്പിക്കാൻ സാധിക്കും എന്ന പരീക്ഷണങ്ങൾ ഇന്ന് നടക്കുന്നു. പലപ്പോഴും നമ്മുടെ അവയവങ്ങൾ കേടായി കഴിഞ്ഞാൽ പിന്നീട് അതിനെ നമുക്ക് ട്രീറ്റ് ചെയ്ത് സുഖപ്പെടുത്താൻ പറ്റാത്ത രീതിയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ അവയവങ്ങളെ മാറ്റിവെക്കുക എന്നാണ് സർവ്വസാധാരണമായിട്ട് നടക്കുന്നത്. നമുക്കിന്ന് ലിവർ ട്രാൻസ്പ്ലാന്റ് ഉണ്ട്, ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ഉണ്ട്, ലങ് ട്രാൻസ്പ്ലാന്റ്, കിഡ്നി ട്രാൻസ്പ്ലാന്റ് തുടങ്ങിയ ഓർഗൻ ട്രാൻസ്പ്ലാന്റ്സ് വളരെ സാധാരണമായിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആയിട്ട് മാറുന്നുണ്ട്. പക്ഷേ ഈ ബയോടെക്നോളജിയുടെ യൂസിലൂടെ ഈ അവയവങ്ങളെ പുനർസൃഷ്ടിക്കുക എന്നുള്ള വളരെ സങ്കീർണമായിട്ടുള്ള കാര്യത്തിലേക്ക് എത്താൻ സാധിക്കുന്നില്ലെങ്കിലും അവയവങ്ങളുടെ ചില പാർട്സിനെ, ചിലപ്പോൾ ഹാർട്ടിന്റെ ഒരു വാൾവിനെയോ ലിവറിന്റെ ഒരു ഭാഗത്തെയോ നമുക്ക് പുനർജീവിപ്പിക്കാൻ സാധിക്കും എന്നുള്ള ഒരു ആശയത്തിൽ ഇന്ന് മുന്നോട്ട് പോകുന്നുണ്ട്. അത് ഈ സെൽ കമ്മ്യൂണിക്കേഷന്റെ സാധ്യതകളെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ നമ്മൾ ചിന്തിക്കുന്നത്. അപ്പൊ ഇവിടെ സ്റ്റെം സെൽസ് തെറാപ്പി എന്ന് പറഞ്ഞ ഒരു കാര്യം അതും വളരെ പ്രസക്തമാകുന്നുണ്ട്. സ്റ്റെം സെൽസ് എന്ന് പറയുന്ന കഴിഞ്ഞാൽ ചില കോശങ്ങൾ അത് മറ്റു പല കോശങ്ങളുമായി മാറാൻ ഉള്ള സാധ്യതയുള്ള കോശങ്ങളെയാണ് നമ്മൾ സ്റ്റെം സെൽസ് എന്ന് പറയുന്നത്. ആ സ്റ്റെം സെൽസിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് ഭ്രൂണത്തിലെ സ്റ്റെം സെൽസ് ആണ്. എംബ്രിയോണിക് സ്റ്റെം സെൽസ് എന്ന് പറയും. അതിന് ഏത് കോശമാകാനും ഉള്ള കഴിവുണ്ട്. പ്ലൂറിപൊട്ടന്റ് എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. പ്ലൂറൽ ആയിട്ട് അതിന് മാറാൻ സാധിക്കും. എംബ്രിയോണിക് സ്റ്റെം സെൽസിനെ ഉപയോഗിക്കുന്നതിന് ചില എത്തിക്കൽ പ്രോബ്ലംസ് ഉള്ളത് കൊണ്ട് നമുക്ക് ആശ്രയിക്കാൻ കൂടുതൽ പറ്റുന്നത് അഡൽട്ട് സ്റ്റെം സെൽസിനെയാണ്. അഡൽട്ട് സ്റ്റെം സെൽസ് അല്ലെങ്കിൽ സൊമാറ്റിക് സ്റ്റെം സെൽസിന്റെ ആ പലതായി മാറാവുന്ന കഴിവിൽ ഒരു പരിമിതിയുണ്ട്. അത് മൾട്ടി പൊട്ടന്റ് മാത്രമാണ്. അതായത് ഒരു സ്റ്റെം സെല്ലിന് ഒന്നോ രണ്ടോ തരത്തിലുള്ള മറ്റ് സെല്ലുകളായിട്ട് മാറാനുള്ള കഴിവ് മാത്രമേ ഉള്ളൂ. കുറച്ചുകൂടി സ്പെഷ്യലൈസ്ഡ് ആയി കഴിഞ്ഞിരിക്കുന്നു അഡൽട്ട് സ്റ്റെം സെൽസ്. എന്നാൽ ബയോടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് ഇൻഡ്യൂസ്ഡ് പ്ലൂറിപൊട്ടന്റ് സ്റ്റെം സെൽസ് ആക്കി മാറ്റാൻ നമുക്ക് സാധിക്കും. അഡൽട്ട് സ്റ്റെം സെൽസിനെ എംബ്രിയോണിക് സ്റ്റെം സെൽസിനെ പോലെ ആക്കി തീർക്കാൻ ഉള്ള ഒരു സാധ്യതയുണ്ട്. അതും ബയോടെക്നോളജിയുടെ സെൽ കമ്മ്യൂണിക്കേഷന്റെ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പോൾ ഈ അവയവ പുനർരൂപീകരണവും ടിഷ്യൂ പുനർരൂപീകരണത്തിലുമെല്ലാം ബയോടെക്നോളജിക്ക് ഈ രീതിയിൽ പുതിയ സാധ്യതകൾ തുറന്നു വരുന്നു. മറ്റൊരു സാധ്യത നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ തന്നെ മോഡുലേറ്റ് ചെയ്യുന്നത്. നമുക്ക് പല രോഗങ്ങളും, കോവിഡ് തുടങ്ങി സാധാരണ വൈറൽ ഫീവർ വരെ
ഉള്ള പല രോഗങ്ങളും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ശരിയായിട്ട് പ്രവർത്തിക്കുന്നതിന്റെ തടസ്സങ്ങളാണ്. ആ ഇമ്മ്യൂൺ സിസ്റ്റത്തെ കുറച്ചുകൂടി ശക്തപ്പെടുത്താനും പുറത്തുനിന്ന് വരുന്ന വൈറസ്, ബാക്ടീരിയൽ, മറ്റു പാരസൈറ്റിക് ആക്രമണങ്ങളെ ഫലപ്രദമായിട്ട് പ്രതിരോധിക്കാനും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ രൂപപ്പെടുത്താൻ ഈ സെൽ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിക്ക് സാധ്യമാകും. ബയോടെക്നോളജിയുടെ വലിയ ഒരു സാധ്യത മേഖലയാണ് ഇമ്മ്യൂണിറ്റി മോഡുലേഷൻ എന്നുള്ളത്. അങ്ങനെ നമുക്ക് ഉപയോഗപ്രദമായിട്ടുള്ള പലതും കോശങ്ങളുടെ ഈ സംഭാഷണം മനസ്സിലാക്കുന്നതിലൂടെയും അതിലിടപെടുന്നതിലൂടെയും സാധ്യമാകുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ജീവൻ ഇനി അങ്ങോട്ട് പരിണമിക്കുന്നതും ബയോടെക്നോളജി പരുവപ്പെടുത്തുമോ എന്നുള്ളതാണ്. ഒരുപക്ഷെ തള്ളിക്കളയാൻ പറ്റാത്ത ഒരു സാധ്യതയാണ്. ഡോക്ടർ വില്യം മില്ലർ പറഞ്ഞതുപോലെ കോഗ്നിറ്റീവ് എവല്യൂഷനാണ് നമ്മൾ കാണുന്നത്. കോശങ്ങളാൽ നിയന്ത്രിക്കപ്പെടുന്ന ബോധപൂർവമായിട്ടുള്ള പരിണാമം. ഒരുപക്ഷെ ആ ബോധപൂർവമായിട്ടുള്ള പരിണാമത്തിൽ നമുക്ക് പങ്കുചേരാനും മനുഷ്യന്റെ ആ ഒരു ബോധവും കൂടി അതില് വലിയൊരു ഘടകമായിട്ട് മാറുന്നതും സാധ്യമാകും എന്നുള്ളത് നമുക്ക് സങ്കല്പിക്കാവുന്നതാണ്. ഇത്തരം കാര്യങ്ങളിൽ പുതുതായിട്ട് വരുന്ന പരീക്ഷണങ്ങളെക്കുറിച്ച് നമുക്ക് ഇനിയും ചിന്തിക്കാം ഇനി വരുന്ന എപ്പിസോഡുകളിൽ. പറഞ്ഞു നിർത്തുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ. പലപ്പോഴും ഇതൊക്കെ ശ്രമിക്കുന്ന നിങ്ങളിൽ പലരും നല്ല കമൻറ്റുകൾ ഇവിടെ വീഡിയോയ്ക്ക് താഴെ ചേർക്കുന്നുണ്ട്. പലരും വിമർശിക്കുന്നുണ്ട്. ആവുന്ന രീതിയിൽ ഈ വിമർശനങ്ങളെയും പ്രോത്സാഹനങ്ങളിലേക്കും എല്ലാം ഉത്തരങ്ങൾ നൽകാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാലും ഒരു തുടർച്ചയായിട്ടുള്ള കോൺവെർസേഷൻ നമുക്ക് ഈ കമൻറ്റുകളിലൂടെ മാത്രം സാധ്യമാകുന്നില്ല. പലരും കൂടുതൽ സംവദിക്കാൻ സാധിക്കുമോ, ഏത് ഫോൺ നമ്പറിൽ വിളിക്കണം എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് പരിമിതികളുണ്ട്. ഫോൺ നമ്പർ കമൻറ്റിൽ കൊടുക്കാനും അല്ലെങ്കിൽ മറ്റു രീതിയിൽ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എന്നുള്ളത് അറിയിക്കുന്നതിന്. അതിനു വേണ്ടിയിട്ട് ഒരു പുതിയ സംവിധാനം തുടങ്ങാനുള്ള ശ്രമത്തിലാണ്. ഡിസ്കോർഡ് എന്ന് പറയുന്ന ആപ്പിൽ ഒരു ഡിസ്കോർഡ് സെർവർ തുടങ്ങിയിട്ടുണ്ട്. ഫോണ്ടർ ലാബ് എന്ന് പറഞ്ഞ് അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിലൂടെ ആ ഡിസ്കോർഡ് സെർവറിൻ്റെ ഭാഗമാകാം. അത് മൊബൈലും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനായിട്ട് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വെബ് ഇൻ്റർഫേസിലൂടെയും ഡിസ്കോർഡിനെ ആക്സസ് ചെയ്യാവുന്നതാണ്. കൂടുതൽ ഈ കാര്യങ്ങളെ താല്പര്യമുള്ളവരും അതിൽ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുന്നവരും ആഗ്രഹിക്കുന്നവരും ഒരു സെർവറിൽ ജോയിൻ ചെയ്യണം എന്ന് അപേക്ഷിക്കുന്നു. പുതുതായിട്ട് എന്തെങ്കിലും എപ്പിസോഡുകൾക്ക് നിർദ്ദേശങ്ങൾ നൽകാനും ഈ ഒരു സംഭാഷണം നമുക്ക് ഉപയോഗപ്രദമായിരിക്കും. നിങ്ങളുടെ എല്ലാവരുടെയും കൂട്ടായിട്ടുള്ള അഭിപ്രായങ്ങളിലൂടെ, കൂട്ടായിട്ടുള്ള പങ്കാളിത്തത്തിലൂടെ നമുക്ക് പോണ്ടർ ലാബിനെ ഇനി പുതിയൊരു തലത്തിലേക്ക് ഉയർത്താൻ ശ്രമിക്കാം.